ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ വൈകുന്നേരത്തെ കുറച്ച് കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ കുറച്ച് ബീഫും കപ്പയും റെഡിയാക്കാമെന്ന് കരുതി. അപ്പോൾ അതൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ ബീഫിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ചെറുതായി നുറുക്കിയ സവാള, ചതച്ച കൊച്ചുള്ളി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, വെളിച്ചെണ്ണ, കറിവേപ്പില. പാൻ അടുപ്പിലേക്ക് വെച്ചു നമ്മൾ ഗ്യാസ് ഓണാക്കി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രമേ സവാള ഇടാവൂ. വെളിച്ചെണ്ണ നന്നായി ചൂടായി നമ്മൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുകയാണ്. സവാള നന്നായി വഴറ്റിയതിന് ശേഷം പെട്ടെന്ന് നന്നായിട്ട് വഴണ്ടി കിട്ടാനായിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു. അതിനുശേഷം നന്നായി വഴറ്റിയെടുത്തു. ഒരു ചെറിയ ബ്രൗൺ കളർ ആയപ്പോഴത്തേക്കും ചതച്ച് വെച്ച ചുവന്നുള്ളി അതിലേക്ക് ചേർത്ത് കൊടുത്തു. അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി ആ ചുവന്നുള്ളിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ സവോളയുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തു. അതൊന്ന് മാറിയതിന് ശേഷം ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ പച്ചമണം, ആ പച്ചക്കുത്തൽ മാറുന്നത് വരെ നന്നായിട്ട് നമ്മളൊന്ന് യോജിപ്പിച്ച് കൊടുത്തു. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ അടുത്ത അടുപ്പിലേക്ക് കപ്പയും കൂടെ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. നേരത്തെ വൃത്തിയാക്കി വെച്ചിരുന്ന കപ്പ നമ്മൾ കുക്കറിലേക്ക് മാറ്റി അതിലേക്ക് ഒരല്പം ഉപ്പും വെള്ളവും ചേർത്ത് നമ്മൾ അടുത്ത അടുപ്പിലിട്ട് അതും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ നല്ല പച്ചമണം എല്ലാം മാറി അത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടിക്കണക്കൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. നമ്മൾ അവരവരുടെ കൈക്കണക്കിനാണ് നമ്മളിവിടെ പൊടി ചേർക്കുന്നത്. ഒരല്പം മഞ്ഞൾപ്പൊടി. നമ്മളിവിടെ കാശ്മീരി മുളകാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ മുളക് പൊടി എടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ എരിവിനും ടേസ്റ്റിനും അനുസരിച്ചാണ് നിങ്ങൾ ചേർക്കേണ്ടത്. നമ്മളിവിടെ ഏകദേശം ഒരു 3-3.5 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എരി എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. പിന്നെ അതിലേക്ക് ഒരല്പം ഗരം മസാല, മല്ലിപ്പൊടി, ഇതൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. ഇതിനൊന്നും കണക്കോ കാര്യങ്ങളോ പറയാൻ എനിക്കറിയത്തില്ല. പിന്നെ നമ്മുടെ ഇവിടെ എരിക്ക് വേണ്ടി കുറച്ച് കുരുമുളക് പൊടി. ഇതെല്ലാം നന്നായിട്ട് വഴറ്റി ഈ മസാലയുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമ്മളിത് വഴറ്റണം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ആ ഉള്ളിയിലും എല്ലാം നല്ല മിക്സ് ചെയ്യുന്ന രീതിയിലും അതിൻ്റെ പച്ചമണം മാറുന്ന രീതിയിൽ നന്നായിട്ട് വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മളിവിടെ നേരത്തെ ഇറച്ചി, അതായത് നമ്മുടെ ബീഫ്, ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിൽ ഒരു 5-6 വിസിലടുപ്പിച്ച് വേവിച്ച് വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. പച്ചമണം മാറിയ മസാലയിലോട്ട് വേവിച്ച് വെച്ച ബീഫ് നമ്മൾ ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ബീഫും മസാലയും എല്ലാം കൂടെ യോജിക്കുന്ന രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് പുറത്തുനിന്ന് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഈ ബീഫ് വേവിച്ച അതിനകത്തുള്ള സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആവശ്യാനുസരണം നമ്മളിത് ചേർത്ത് കൊടുക്കും. ഈ ബീഫും മസാലയും എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ബീഫിൻ്റെ സ്റ്റോക്ക് അത് കുറച്ച് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടുന്ന ഗ്രേവി അനുസരിച്ചാണ് നിങ്ങളതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ടൊന്ന് റെഡിയായി അതെല്ലാം കൂടെ യോജിച്ചതിന് ശേഷം അതിനകത്ത് ഉപ്പും മുളകും ഒക്കെ നിങ്ങളുടെ പാകത്തിനാണോ എന്ന് നോക്കണം. നമുക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് എരിക്ക് വേണ്ടി കുറച്ച് കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളൊരു 10 മിനിറ്റോളം അടച്ചു വെച്ച് വേവിച്ചെടുത്തു. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്നുള്ള കറിവേപ്പില തൂക്കി കൊടുക്കണം.
ഇവിടെ മല്ലിയിലയും പുതിനയും ഒന്നും ഇവിടെ ഇടുന്നത് ഇവിടെയുള്ള ആൾക്കാർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നമ്മളത് ഇടത്തില്ല. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കപ്പയും റെഡി ആയിട്ടുണ്ട്. നന്നായി വെന്ത് വന്ന ബീഫിലേക്ക് നമ്മളൊരു ചെറിയൊരു തക്കാളി ചേർത്തിട്ടുണ്ട്. ആദ്യം കാണിച്ച ഇൻഗ്രീഡിയൻസിൽ ഞാനത് ചേർക്കാൻ മറന്നുപോയതാണ്. അങ്ങനെ നമ്മുടെ ബീഫ് നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ കപ്പയും ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. നന്നായി വെന്ത ബീഫും കപ്പയും കൂടെ നമുക്കിനി സെർവ് ചെയ്യാം. എൻ്റെ കുഞ്ഞുമണികളാണ് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. എൻ്റെ മകളും എൻ്റെ കസിൻ്റെ മകളും കൂടാണ് ടേസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ പ്രകടനങ്ങളാണ് നമ്മൾ